എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം നെൽകൃഷി നടക്കുന്ന പ്രദേശമാണ് കരുമാല്ലൂർ. ഇവിടുത്തെ നെൽകൃഷിയുടെ മനോഹാരിത ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ദിവസവും എത്തുന്നത്. കരുമാല്ലൂരിൽ നിലവിൽ കൊയ്ത്തുകാലമാണ്. കൊയ്തെടുത്ത വിളകൾ കെട്ടിക്കിടക്കുന്നത് മുതൽ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ വരെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കരുമാല്ലൂരിലെ കർഷകരെ ഒന്ന് കണ്ടുവരാം. എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കരുമാല്ലൂരാണിത്. ഏകദേശം 300 ഏക്കറോളം നീണ്ടുകിടക്കുന്ന മനോഹരമായ നെൽപ്പാടമാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുക. ഈ നെൽപ്പാടം ഇത്രയും അധികം മനോഹരമാക്കുന്ന കർഷകരെ കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒന്ന് കാണട്ടെ. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് മനസ്സിലാക്കട്ടെ. സംസ്ഥാനമാകെ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുമ്പോൾ കരുമാല്ലൂരിൽ നെൽകർഷകർ വിളവെടുപ്പിന്റെ ചൂടിലാണ്. മഴക്കാലം എത്തുന്നതിന് മുന്നേ തന്നെ നെല്ലെല്ലാം കൊയ്തെടുക്കാനുള്ള തിരക്കിലാണ് കർഷകർ. കൊയ്ത്ത് കഴിഞ്ഞാൽ കർഷകർക്ക് സമൃദ്ധിയുടെ കാലമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ചില പ്രതിസന്ധികളുടെ കഥകൾ കൂടി ഇവർക്ക് പറയുവാനുണ്ട്. പല ടൈപ്പിലുള്ള കേടുകൾ വന്നിട്ടുണ്ട്, നെല്ലിനെ ബാധിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ പ്രൊഡക്ഷനിലും ബാധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനം. ഒരു പരിധിവരെയെങ്കിലും ഇവിടെ കരുമാല്ലൂർ പാടശേഖരം സജീവമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഈ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും കാലാവസ്ഥ വലിയ രീതിയിൽ നമ്മളെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മാറി വരുന്ന കാലാവസ്ഥയാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇതിനു പുറമെ കൊയ്ത്ത് കാലത്ത് വരുന്ന ചിലവുകളും ഏറെയാണ്. കൊയ്തെടുത്ത വിളകൾ കെട്ടിക്കിടക്കുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. എൻ്റെ നെല്ല് ഒരാഴ്ചയായി ഞാൻ കൊയ്ത് ഉണക്കി ഇന്നലെ ചാക്കിലാക്കി പിൻ ചെയ്ത് വെച്ചത്. ഇതേവരെ മില്ലുകാർ ഒരു മില്ലും ഉണ്ടാക്കേണ്ട പാടി ഓഫീസർമാർ വന്നിട്ടുണ്ട്. ഇന്നേ വരെ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഒരു 5-6 പേരുടെ നെല്ല് ഇവിടെ കൊയ്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇതേവരെ മില്ലുകാർ വന്നിട്ടില്ല. അവസാനം ചില മില്ലുകാർ പറയണം ഇവിടുന്ന് സാമ്പിൾ ഞങ്ങൾ അങ്ങോട്ട് മില്ലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള. ഏത് മില്ലാണെന്ന് ഇപ്പോഴൊരു നിലപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സർക്കാർ സമയബന്ധിതമായി സബ്സിഡി അനുവദിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കർഷകർ പറയുന്നത്. നമുക്ക് പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നും നമുക്ക് ആകെ കർഷകർക്ക് കിട്ടുന്നത് വളം സബ്സിഡിയായിട്ട് 50%, പിന്നെ വിത്തുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം വേറെ സഹായമൊന്നുമില്ല. ഈ തുടക്കം മുതൽ കൃഷി കൊയ്യുന്നത് വരെയും സാമ്പത്തിക ചെലവ് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ സപ്ലൈകോന് നെല്ല് കൊടുത്താൽ ഏകദേശം 4 മാസം മുതൽ 6 മാസം വരെ ഈ കൊടുത്ത നെല്ലിൻ്റെ കാശിന് വേണ്ടി നമ്മൾ നിൽക്കേണ്ട ഒരു ഗതികേടാണ്. തെരഞ്ഞെടുപ്പ് വരും പോകും, ഭരണവും ഭരണാധികാരികളും മാറും. പ്രയാസങ്ങളെ അതിജീവിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരെ അധികൃതർ കാണണം, കനിയണം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലെങ്കിലും ഞങ്ങളെയും കൂടി കനിയണമെന്നാണ് ഈ നെൽ കർഷകർക്ക് പറയുവാനുള്ളത്. ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം സ്നേഹ മോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.